പ്രപഞ്ചം നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെയല്ല എന്ന് പൊതുവെ പറയാറുണ്ട്. ഇതിനൊരു പുതിയ തെളിവ് കൂടി ശാസ്ത്രലോകം പുറത്തുവിട്ടിരിക്കുകയാണ്. ഭൂമിയിൽ നിന്ന് 1.5 ബില്യൺ കിലോമീറ്റർ അകലെയുള്ള നിഗൂഢ ബഹിരാകാശ ടണലിനെ കുറിച്ചുള്ള കണ്ടെത്തലാണ് പുതിയ ആകാംക്ഷ സൃഷ്ടിക്കുന്നത്. നമ്മുടെ സൗരയൂഥത്തിനോട് ചേർന്നുള്ള ഒരു കോസ്മിക് ടണലാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നതെന്ന് ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് പ്രസിദ്ധീകരിച്ച പഠനം പറയുന്നു. സൗരയൂഥത്തിന് സമീപത്തായി ചൂടേറിയ വാതകങ്ങൾ നിറഞ്ഞുള്ള ലോക്കൽ ഹോട്ട് ഹബിളിന്റെ ഭാഗമാണിതെന്ന് പഠനത്തിൽ പറയുന്നു. പ്രപഞ്ചത്തിലെ മറ്റ് ഗാലക്സികളിലേക്കുള്ള കവാടമായിരിക്കാം ഇതെന്നും ശാസ്ത്രജ്ഞർ കണക്കുകൂട്ടുന്നതായി space.comന്റെ വാർത്തയിൽ വിശദീകരിക്കുന്നു. എന്താണ് ലോക്കൽ ഹോട്ട് ഹബിൾ എന്ന് നോക്കാം. ലോക്കൽ ഹോട്ട് ഹബിൾ എന്ന ആശയത്തിന് 50 വർഷത്തെ പഴക്കമുണ്ട്. ബഹിരാകാശത്തെ അസാധാരണമായ എക്സ്റേ വികിരണങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനാണ് ശാസ്ത്രജ്ഞർ ഈ പ്രയോഗം ആദ്യമായി ഉപയോഗിച്ചത്. നമുക്ക് ചുറ്റുമുള്ള സാന്ദ്രത കുറഞ്ഞ പ്രദേശം വാതകമേഘങ്ങളാൽ തടയപ്പെടാതെ എക്സ് കിരണങ്ങളെ കടന്നുപോകാൻ അനുവദിക്കുമെന്നായിരുന്നു ആദ്യ സിദ്ധാന്തങ്ങൾ. എന്നാൽ ലോക്കൽ ഹോട്ട് ഹബിൾ ശൂന്യമായ ഒരിടമല്ലെന്നും നമ്മുടെ ഗാലക്സിയിലൂടെ വളരെ സജീവമായ ഒരു പ്രദേശമാണ് ലോക്കൽ ഹോട്ട് ഹബിൾ എന്നുമാണ് പുതിയ സിദ്ധാന്തങ്ങൾ. നമ്മുടെ സൗരയൂഥത്തിന് ചുറ്റും നൂറുകണക്കിന് പ്രകാശവർഷം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന നേർത്ത ചൂടുള്ള വാതകത്തിന്റെ വിശാലമായ പ്രദേശത്തെയാണ് ലോക്കൽ ഹോട്ട് ഹബിൾ എന്ന് വിളിക്കുന്നത്. ഏകദേശം 14 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് വാതകങ്ങൾ പുറന്തള്ളുന്ന ഒന്നിലേറെ സൂപ്പർനോവ സ്ഫോടനങ്ങളുടെ ഫലമായി രൂപപ്പെട്ടതാണിതെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. ഈ ലോക്കൽ ഹോട്ട് ഹബിളിനെ കുറിച്ച് ഏറെക്കാലമായി ശാസ്ത്രജ്ഞർക്ക് അറിവുണ്ടെങ്കിലും ഇതിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഇന്റർസ്റ്റെല്ലാർ ടണലിനെ കുറിച്ച് ആദ്യമായാണ് വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഭൂമിയിൽ നിന്ന് വിദൂരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഇറോസിറ്റ ദൂരദർശിനിയിലെ എക്സ്റേ വികിരണങ്ങളാണ് ബഹിരാകാശ ടണൽ കണ്ടെത്തിയത്. ഇതോടെ ലോക്കൽ ഹോട്ട് ഹബിളിനെ കുറിച്ച് കൂടുതൽ വ്യക്തത ശാസ്ത്രജ്ഞർക്ക് ലഭിക്കുകയും ചെയ്തു. ലോക്കൽ ഹോട്ട് ഹബിളിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകുവാൻ ഇറോസിറ്റിക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.